കൂട്ടുകാരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കുവാണ് കേട്ടോ. രാത്രിയിലാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ പിറ്റേ ദിവസം ഹസ്ബൻഡിന്, അതായത് ഇന്ന് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഇന്നത്തെ ദിവസം രാവിലെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു ഇടിയപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലെ ഉണ്ടാക്കാന്ന് വെച്ചാൽ എനിക്ക് ആവപ്പാടെല്ലാം കൂടെ ഒരു അരമണിക്കൂറേ കിട്ടും. ഞാൻ 4 മണിയാകുമ്പോൾ രാവിലെ എഴുന്നേക്കും. പിന്നെ ഒരു 4:35 4:40 ആകുമ്പം ഹസ്ബൻഡിന് അമ്പലത്തിലേക്ക് പോകണം. ആ സമയത്ത് എഴുന്നേറ്റ് ഇടിയപ്പം ഉണ്ടാക്കി കൊടുത്ത് വിടുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം അല്ല, ടാസ്ക് ആണത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു റിസ്ക് എടുക്കാൻ നിന്നില്ല. രാത്രി തന്നെ ഇടിയപ്പം എനിക്ക് ഉണ്ടാക്കി കൊടുത്തു വിടണമെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ രാത്രി തന്നെ മാവ് കുഴച്ച് പീച്ച് ഇടിയപ്പം ഇങ്ങനെ ഇഡ്ഡലിക്കുട്ടത്തിലേക്ക് ആവി കയറ്റി വെക്കും കേട്ടോ. അത് ഒരുപാട് ഞാൻ കംപ്ലീറ്റ് അങ്ങ് വേവിക്കത്തില്ല, കുറച്ച് ഒരു പകുതി വേവ് മാത്രമേ ഇടിയപ്പത്തിന് ഞാൻ ആ ഒരു വേവിലാക്കി വെക്കും കേട്ടോ. പിന്നെ രാവിലെ നമുക്ക് എഴുന്നേറ്റൊന്ന് ആവി കയറ്റി വെച്ചാൽ മതിയല്ലോ. വേണ്ട, നമ്മുടെ ഇടിയപ്പം നല്ല സൂപ്പറായിട്ടുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി ഇടിയപ്പം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നാണ് മക്കളെ ജോലി. ഇതാണ് നമ്മുടെ ന്യൂ ജനറേഷൻ ചിരവ. എവിടെയാണെങ്കിലും കൊണ്ടുപോകാം കേട്ടോ. പിന്നെ പുള്ളിക്കാരനെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. നമ്മുടെ കിഴങ്ങേറി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കിഴങ്ങേറി വെച്ച് നല്ല അതും സെറ്റാക്കി വെച്ചു. അപ്പോൾ രാവിലെ കറിയും ഇടിയപ്പം എല്ലാം റെഡിയാണ്. പിന്നെ ഇനിയുള്ള ജോലികളെന്ന് പറഞ്ഞാൽ പാത്രം കഴുകാം. നമുക്ക് ഏത് വേണമെങ്കിലും ഉണ്ടാക്കാം, ഏത് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം അല്ലേ. പക്ഷേ ലാസ്റ്റ് ആ ഉണ്ടാക്കി വരുന്നതിൻ്റെ പാത്രങ്ങൾ കഴുകി ഈ അടുക്കളയെ പിന്നെ തിരിച്ച് ആ ഒരു രൂപത്തിൽ എത്തിക്കുക എന്ന് പറഞ്ഞ ഒരു ജോലിയല്ലേ നമ്മൾ സ്ത്രീകൾക്ക്. അപ്പോൾ പിന്നെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ എല്ലാവരും പറയും കുറച്ച് കഴിയട്ടെ, ഇത്രയും ജോലി ചെയ്തതല്ലേ പിന്നെ വൃത്തിയാക്കാമെന്ന് പറയും. എനിക്ക് ഒട്ടും മനസ്സമാധാനം കിട്ടത്തില്ല എൻ്റെ കൂട്ടുകാരെ. എനിക്ക് ആ നിമിഷം തന്നെ നമ്മുടെ അടുക്കള നല്ല കണ്ണാടിയായിട്ട് സൂക്ഷിക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സ്ഥലവും കൂടിയാണ് അടുക്കള. അപ്പം അത് എനിക്കൊരു ശീലമായിപ്പോയി. എപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. ഇനിയിപ്പം പാത്രം കഴുകും അടുക്കള വൃത്തിയാക്കും എല്ലാം കഴിഞ്ഞു. ഇനി തലേ ദിവസം ഉലുവ ഞാൻ വെള്ളത്തിലിട്ട് വെക്കും. ഞങ്ങൾ 3 പേരും, അമ്മയും ഹസ്ബൻഡും ഞാനും, രാവിലെ വെറും വയറ്റി ഉലുവ വെള്ളം കുടിക്കും കേട്ടോ. ഉലുവ വെള്ളം കുടിച്ചാൽ ഒരുപാട് നല്ലതാണ്. എനിക്ക് PCOD ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഈ ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ നല്ല ബെറ്ററാണ് ഉലുവ വെള്ളം. പിന്നെ തടി കുറയ്ക്കാൻ സഹായിക്കും, പിന്നെ കൊളസ്ട്രോളിന് നല്ലതാണ്. അപ്പം 3 പേർക്കുള്ള ഉലുവ വെള്ളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ട നമ്മുടെ അടുക്കളയൊക്കെ കണ്ടോ, ജോലിയെല്ലാം തീർത്ത് നല്ല കണ്ണാടി പോലെ ആക്കിയിട്ടുണ്ട്. രാവിലെ കയറി വന്ന് ഇടിയപ്പമൊക്കെ ചൂടാക്കി എടുത്ത് അങ്ങോട്ട് കൊടുത്താൽ മാത്രം മതി ഹസ്ബൻഡിന്. ഇനി അടുക്കള കഥകളൊക്കെ നല്ല രീതിയിൽ അടയ്ക്കുവാണ്. ഇന്നത്തെ കാലമല്ലേ, കൃത്യമായിട്ട് നമ്മളിതൊക്കെ ചെയ്തണം, അങ്ങനെ ഒരു കാര്യമാണ്. അപ്പോൾ കണ്ടേ ഇനി ഈ വീഡിയോ ഒക്കെ എടുത്ത് തരുന്ന ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കണ്ടേ അടുക്കളയുടെ പരിപാടിയെല്ലാം തീർന്നു, അടുക്കള നല്ല അടച്ചിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും ഒന്ന് പോയി കിടന്ന് ഉറങ്ങണം. എന്നിട്ട് 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം. ഹസ്ബൻഡിൻ്റെ വീണ്ടും അമ്പലത്തിലേക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ജോലി. ഓക്കെ, ടാറ്റ, ബൈ ബൈ.